ഷാഫി പറമ്പിൽ ഇവിടെ കാണിച്ചതിനേക്കാളും വലിയ പരിപാടികളാണ് അവിടെ എല്ലാവരും മത്സരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുക. എല്ലാ എം പിമാരും ആദ്യം ടീം കോൺഗ്രസ് ഉണ്ടാക്കണേ, എന്നിട്ട് ഒരു ഇവന്മാർ ടീം UDF ഉണ്ടാക്കാൻ. ഇവർ പറയുമല്ലോ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി. സ്വന്തം പാർട്ടിക്കകത്ത് ജനാധിപത്യം ഇല്ലെന്നേ. എറണാകുളത്ത് ഷിയാസിനെ തന്നെ തുടരാൻ അനുവദിക്കുന്നതാണ് സംഘടനയ്ക്ക് ഗുണം ചെയ്യുന്നത്. പിന്നെ റിട്ടയർ അയക്കുന്ന ആളുകളെ തന്നെ വീണ്ടും DCC തലപ്പത്തേക്ക് വെക്കേണ്ട ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ്. ഇവര് കനകോലെന്നും പറഞ്ഞ അയാളെ പുറകെ നടക്കുക. പണിയെടുക്കുന്നത്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, കോൺഗ്രസിന്റെ പുനഃസംഘടന വലിയ വാർത്തകളിൽ വീണ്ടും നിറഞ്ഞു വരികയാണ്. 100 സീറ്റ് ടീം UDF ഉറപ്പായും നേടും, അതിനെ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് UDF എന്നുള്ള അവകാശവാദങ്ങളൊക്കെയാണ് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു? കാരണം ഈ പുനഃസംഘടിപ്പിക്കാൻ പോലും സാധിക്കാത്ത കോൺഗ്രസ് 100 സീറ്റ് നേടി അധികാരത്തിലെത്തുമോ? അതായത് 100 സീറ്റ് എന്ന് പറയുമ്പം പിടിക്കണമെന്നുണ്ടെങ്കിൽ 140 സീറ്റിന് സ്ഥാനാർത്ഥികൾ ആദ്യം നടത്തും. ഏകദേശം 100ഓളം സീറ്റിനടുത്ത് കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നത്. ഈ 100 സീറ്റിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണമെങ്കിൽ എത്ര വലിയ ബാലികേറാമലയായിരിക്കും, എത്ര വലിയ പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകുമെന്നതിൻ്റെ സൂചനയാണ് സ്വന്തം പാർട്ടിയുടെ ഭാരവാഹികളെ തീരുമാനിക്കാൻ പറ്റാത്തത്, പാർട്ടി പുനഃസംഘടനയെക്കുറിച്ച് ആലോചിക്കാൻ പറ്റാത്തത്. ഇവരെല്ലാം കൂടെ പട്ടി എന്തൊക്കെയോ ഇതുപോലെ ഡൽഹിയിലോട്ടങ്ങ് പോകും എല്ലാവരും കൂടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും കോൺഗ്രസിന് ഇപ്പം വലിയ വരുമാനമൊന്നുമില്ല പഴയ പോലെ. ഇവർ ശരിക്കും പറഞ്ഞതിൽ ദൂർത്താ. ശരിക്കും ഇവർ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നതിന് കേരളത്തിലെ കാര്യമല്ല തീരുമാനിക്കാനുള്ളത്. അവിടെ നിന്ന് AICC 2 നിരീക്ഷകർ ഇവിടെ വന്നാൽ പോരെ. ഇവരെല്ലാം കൂടെ വണ്ടി വിളിച്ച് അങ്ങോട്ട് പോകുന്നതിനേക്കാളും നല്ലത് അവരിങ്ങോട്ട് വരിക. രണ്ടുപേരും ഇവിടെ വന്ന് ഇന്ദിരാഭവനിലിരുന്ന് എല്ലാവരുമായിട്ടും കൂടിയാലോചന നടത്തി താമസിക്കാനുള്ള നല്ലൊരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അനാവശ്യ ചെലവുകളെല്ലാം ഒഴിവാക്കാം. കാര്യക്ഷമമായിട്ട് ചർച്ച നടത്താം. ഒരാഴ്ച അവരുടെ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീരുമാനമാണ്. ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തരും അവരുടെ പെട്ടി തൂക്കികളെ പെട്ടി കൊണ്ട് നടക്കുന്നവരെയും തുണി അലക്കി അടിവസ്ത്രം അലക്കി കൊടുക്കുന്നവരെയും എല്ലാം ഓരോ സ്ഥാനത്ത് കൊണ്ടുവന്നാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോബിങ് വല്ലാതെ നടന്നുകൊണ്ടിരിക്കുക. എല്ലാ ആളുകളും ഒരു അത്യാവശ്യം ഒരു ബാർഗൈനിങ് പവറുള്ള ആളുകളിൽ ഇപ്പം നമുക്കറിയാം ഇവിടെ യൂത്ത് കോൺഗ്രസിനകത്തൊക്കെ നടത്തുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അതേപോലെ തന്നെ ഇപ്പോൾ പിന്നെ ഷാഫി പറമ്പിൽ ഇവിടെ കാണിച്ചതിനേക്കാളും വലിയ പരിപാടികളാണ് അവിടെ എല്ലാവരും മത്സരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുക. എല്ലാ എം പിമാരും മുതിർന്ന നേതാക്കന്മാരും ഒക്കെ. ഇവിടെ എന്തുകൊണ്ട് ഇവർ പറയുന്ന ടീം UDF എന്ന് പറഞ്ഞിട്ട് ആദ്യം ടീം കോൺഗ്രസ് ഉണ്ടാക്കണേ, എന്നിട്ട് ഒരു ഇവന്മാർ ടീം UDF ഉണ്ടാക്കാൻ. അത് ചെയ്യാൻ പറ്റുന്നില്ല. K മുരളീധരനും രമേശ് ചെന്നിത്തലയും MM ഹസനും മുൻ KPCC പ്രസിഡന്റുമാരും മുല്ലപ്പള്ളി രാമചന്ദ്രനും BM സുധീരനും രമേശ് ചെന്നിത്തലയും VD സതീശനും സണ്ണി ജോസഫും അടൂർ പ്രകാശും ബെന്നി ബെഹനാനും ഇവരെല്ലാം കൂടെ കൂടിയിരുന്ന് ആലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ വിഷയമാണ്. ഇപ്പോൾ CPM അവർക്ക് സംഘടനാ സംവിധാനമുണ്ട്. അവർ അടിത്തട്ട് തൊട്ട് ബ്രാഞ്ച് സമ്മേളനം വെക്കുന്നു. ബ്രാഞ്ചിലേക്ക് ആളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആദ്യം കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിലേക്ക് വരണം. കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് ആണെങ്കിൽ ആദ്യം ഗ്രൂപ്പ് കമ്മിറ്റി ഉണ്ടാക്കുന്നത്. പാർട്ടി ഗ്രൂപ്പ് കമ്മിറ്റി ഉണ്ടാക്കിയ ഒരു പാർട്ടി മെമ്പർ ആയിരിക്കും അതിൻ്റെ കൺവീനർ. ആ ഗ്രൂപ്പ് കമ്മിറ്റിക്കകത്ത് നിൽക്കുന്ന ആളുകളിൽ ആർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കണം എന്നുള്ളത് പാർട്ടി ബ്രാഞ്ച് ആലോചിക്കുന്നു. അവർക്ക് പിന്നെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നു. ആദ്യം കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കുന്നു. ആ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് ഉള്ളവർക്ക് സമ്മേളനത്തിൽ ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുക്കാം. പക്ഷേ ബ്രാഞ്ച് സമ്മേളനത്തിനകത്ത് വേറെ വോട്ടവകാശമൊന്നുമില്ല. ലോക്കൽ സമ്മേളന പ്രതിനിധിയാവാനും പറ്റത്തില്ല. ഒരു വർഷം കാൻഡിഡേറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫുൾ മെമ്പർ ആക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നു. പിന്നെ 3 വർഷം കൂടുമ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്നു. ബ്രാഞ്ച് സമ്മേളനത്തിൽ നിന്ന് ഒരു ബ്രാഞ്ച് സെക്രട്ടറിയെ ബ്രാഞ്ച് സമ്മേളനം ജനാധിപത്യപരമായി തീരുമാനിക്കുന്നു. ചിലപ്പോൾ മത്സരം നടക്കും. എന്നിട്ട് ആ ബ്രാഞ്ചിനകത്ത് പക്ഷേ ഒരു പിന്നെയും ടീം വർക്കായിട്ടാണ് പോവുക. ഇതിൽ നിന്നാണ് ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളെ തീരുമാനിക്കുന്നു. ലോക്കൽ സമ്മേളനം നടക്കും. ലോക്കൽ കമ്മിറ്റിയെ ലോക്കൽ സമ്മേളനത്തിലെ പ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്നു. ആ ലോക്കൽ സമ്മേളനത്തിനകത്തെ ലോക്കൽ കമ്മിറ്റി പിന്നെ കൂടിയിട്ട് അവരെ ലോക്കൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നു. ലോക്കൽ സമ്മേളനത്തിൽ നിന്ന് ഏരിയ സമ്മേളനത്തിലുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഇതിങ്ങനെ ഏരിയ പിന്നീട് ജില്ല ഇതെല്ലാം മേൽഘടകങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല. ഇപ്പൊ ബ്രാഞ്ചിൽ ആരായിരിക്കണം സെക്രട്ടറി എന്നുള്ളതും ലോക്കലിൽ ആരായിരിക്കണം സെക്രട്ടറി എന്നുള്ളതും ഏരിയയിൽ ആരായിരിക്കണം സെക്രട്ടറി എന്നുള്ളതും മേളിൽ നിന്നുള്ള നിർദ്ദേശം കൂടി ഉണ്ടാവുമല്ലോ. അല്ല, പ്രപ്പോസൽ വെക്കും. പ്രപ്പോസൽ വെച്ച് മത്സരിക്കാനുള്ള അവകാശമുണ്ട്. ഒരാൾ പ്രപ്പോസ് ചെയ്യാനുള്ള സെക്കൻഡ് ചെയ്യാനുണ്ടെങ്കിൽ മത്സരിക്കാം. സമ്മേളന പ്രതിനിധി അല്ലാത്ത ആൾക്ക് വരെ മത്സരിക്കാം. അങ്ങനെ മത്സരിക്കുന്ന ആരുടെയെങ്കിലും വീട്ടിലേക്ക് മാഷാളെന്ന് പറഞ്ഞാൽ ഇനോവക്കാർ പോവോ? നമ്മളൊക്കെ ഈ മത്സരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ. നമ്മളൊക്കെ മത്സരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പീസൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. നമ്മൾ പിന്നെ വെട്ടൻ്റെ അടുത്ത് വെട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭം നമുക്ക് കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇത് CPM മുസ്ലിം ലീഗിനും അവർക്ക് ഒരു സംഘടനാപരമായ രീതിയുണ്ട്. അത് പിന്നെ പാണക്കാട്ട് പിന്നെ തങ്ങൾ അവസാനത്തെ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെയാണല്ലോ കൂടി തീരുമാനിക്കുക. യോഗം കൂടും. തക്കതായ സമയത്ത് യുക്തമായ തീരുമാനമെടുക്കാൻ പാണക്കാട് തങ്ങളെ ചുമതലപ്പെടുത്തും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ യോഗം കൂടേണ്ട ആവശ്യമില്ല. ഇത് ആദ്യം ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ പുള്ളിയൊക്കെ തീരുമാനം എടുത്താൽ മതി. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് അവർക്ക് പൊട്ടലും ചീറ്റിലൊന്നും ഉണ്ടാവാറില്ല. വളരെ അപൂർവമായി ചിലർ വിഘടിച്ചു പോരുന്നവരൊക്കെ ഉള്ളൂ. അത് സീറ്റ് കിട്ടാതെ വരുമ്പോഴാണ്. BJPക്കും ഇപ്പോൾ അവരുടെ പുനഃസംഘടന കഴിഞ്ഞു. പിന്നെ ചില ആൾക്കാരൊക്കെ കയറി കൂടിയിട്ടുണ്ടെങ്കിലും എന്നാലും അവിടെയും അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർക്കൊക്കെ തീരുമാനം പ്രഖ്യാപിക്കുമ്പോഴാണ് പൊതുജനം അറിയുന്നത്. അതൊരു പിന്നെ വിഷയം ഉണ്ടായില്ല. അവർ പറഞ്ഞ സമയത്ത് അവരുടെ പ്രഖ്യാപനം കഴിഞ്ഞു. CPIയുടേതും അത്തരം പിന്നെ CPM പോലെ തന്നെ സംഘടനാ സമ്മേളനങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഇവർ പറയുമല്ലോ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി. സ്വന്തം പാർട്ടിക്കകത്ത് ജനാധിപത്യം ഇല്ലെന്നേ. ഇതിനകത്ത് എന്ത് ജനാധിപത്യമുള്ളേ? ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പിന്നെ പ്രവർത്തക സമിതിയിലേക്ക് അന്നാണ് AK ആന്റണി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി പിന്നെ പ്രവർത്തക സമിതിയിലേക്ക് എത്തിയത്. അദ്ദേഹം ഇവിടെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ അട്ടിമറിച്ച് വയലാർ രവിയെ കരുണാകരൻ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് തോന്നുന്ന 91 തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സമയത്ത് 92 മറ്റുമാണ് കൂടി പഠിക്കുന്ന സമയമാണ്. പിന്നെ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AICC
പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ളതാണ്. അതിനകത്ത് മാത്രമാണ് ആകെ ഒരു ജനാധിപത്യത്തിന്റെ ചെറിയൊരു അംശമെങ്കിലും നമുക്ക് സമീപകാലത്ത് കാണാൻ പറ്റിയത്. മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ ശശി തരൂർ മത്സരിച്ചത്, അത് സത്യത്തിൽ ശശി തരൂരിനെ ഇവരെല്ലാം കുറ്റം പറയുമ്പോൾ ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ അഭിമാനം തിരിച്ചു പിടിക്കലാണത്. കോൺഗ്രസിനകത്ത് ജനാധിപത്യം ഉണ്ട് എന്ന് ഒന്ന് സ്ഥാപിക്കാനെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് ശശി തരൂർ മത്സരിച്ചതിലൂടെ. ഇവരെന്തുകൊണ്ടാണ് സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാത്തത്? യൂത്ത് കോൺഗ്രസിനകത്തും ബാക്കിയുള്ളതിനകത്തും ഒക്കെ ഉണ്ടല്ലോ. യൂത്ത് കോൺഗ്രസ് നടന്നതുപോലെ വ്യാജ ഐഡിയ ഒന്നും ഉണ്ടാക്കിയിട്ടുള്ള പരിപാടി ചെയ്യരുത്. അതല്ലാതെ മാന്യമായി സംഘടനാ രംഗത്ത് നിൽക്കുന്ന ആൾക്കാരെ ബൂത്ത് തലം തൊട്ട് അവർക്ക് സംഘടനാ എടുപ്പ് കൊണ്ട് നടത്തിക്കൂടാ. എന്നിട്ട് കഴിവുള്ളവർ വരട്ടെ, നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായിട്ട് അതായത് ബ്ലോക്ക് കമ്മിറ്റി എന്നാണ് പറയുന്നത്. അവരുടെ മണ്ഡലം എന്ന് പറഞ്ഞാൽ പഞ്ചായത്താണ് കോൺഗ്രസിന്റെ ഘടന. മണ്ഡലം എന്ന് പറയുന്നത് പഞ്ചായത്തിനാണ്, പിന്നെ മണ്ഡലത്തിന് പറയുന്നത് ബ്ലോക്ക് എന്നാണ് പറയുന്നത്. ബൂത്ത് കമ്മിറ്റി തൊട്ട് മണ്ഡലം കമ്മിറ്റി തൊട്ട് ബ്ലോക്ക് കമ്മിറ്റി തൊട്ട് DCC തൊട്ട് KPCC വരെ അങ്ങനെ തന്നെ പോകട്ടെ ജനാധിപത്യപരമായി. എന്തിനാ പിന്നെ ഇവർക്ക് എന്താണ് ജനാധിപത്യത്തെക്കുറിച്ച് പറയാനുള്ള അവകാശം എന്നുള്ളത്? സ്വന്തം പാർട്ടിക്കകത്തില്ലാത്ത ജനാധിപത്യത്തെക്കുറിച്ച് നിരന്തരമായി വാചാലരാകുന്നവർ എന്ന് പറയുമ്പോൾ ഇത് ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകുന്നു. എന്നിട്ട് സ്വന്തം ഇഷ്ടക്കാരെ സ്വന്തം കാല് തിരുമ്മി കൊടുക്കുന്നവരെ, അവരെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോയി സാർ എന്ന് വിളിക്കുന്നവരെ അവരെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഇവരെ ഒരു സ്ഥിതി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുനഃസംഘടനയുടെ ലിസ്റ്റ് വരുമ്പോൾ അർഹരായവർ തഴയപ്പെട്ടാൽ DCC പ്രസിഡന്റ് സ്ഥാനത്തിന് ആർക്കും താല്പര്യമില്ല, കാരണം മത്സരിക്കാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ ബാക്കിയുള്ള പക്ഷേ ആ തീരുമാനത്തിന് മാറ്റം വന്നായിട്ടാണ് അറിയാൻ പറ്റുന്നത്. കാരണം എന്താ വെച്ചാൽ DCC പ്രസിഡന്റുമാർക്കും മത്സരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. കഴിവുള്ള ആളുകൾ മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുമെന്നും കണ്ട് DCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുകയും പിന്നെ ഇനിയുള്ള ഏതാനും മാസം, ഇനി ഒരു വർഷം തികച്ചില്ല, 5-8 മാസമേ ഉള്ളൂ, 7 മാസം 8 മാസമേ ഉള്ളൂ, ആ അത്രയും മാസം ഏറ്റവും പിന്നെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് എല്ലാ DCC പ്രസിഡന്റ് സ്ഥാനത്തും വരികയാണെങ്കിൽ, ഇപ്പം എറണാകുളം ഒരു എക്സാമ്പിൾ, എറണാകുളത്ത് ഷിയാസിനെ തന്നെ തുടരാൻ അനുവദിക്കുന്നതാണ് സംഘടനയ്ക്ക് ഗുണം ചെയ്യുന്നത്. പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ ഷിയാസിനെ പിന്നെ കളമശ്ശേരി സീറ്റ് ഏറ്റെടുത്ത് അവിടെ പ്ലേസ് ചെയ്യുന്നതാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും ഗുണം ചെയ്യുന്നത്. പിന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ പല സ്ഥലങ്ങളിലും എങ്ങനെയാണെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും പുതിയ DCC പ്രസിഡന്റുമാരോ, എനിക്ക് തോന്നുന്നു 4 ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും തന്നെ പുതിയ DCC പ്രസിഡന്റുമാരാണ് വരാൻ സാധ്യതയുള്ളത്. ഇതിൽ തന്നെ ഇപ്പം മലപ്പുറം ആയിക്കോട്ടെ, എറണാകുളം ആയിക്കോട്ടെ. ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ചിട്ട് പറയാം, ഇപ്പോൾ എറണാകുളം നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു ജില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എറണാകുളത്തെക്കുറിച്ച് തന്നെ പറയാം. എറണാകുളത്ത് ഇപ്പോൾ നിലവിലുള്ള ചില MLA-മാരുടെ സീറ്റ് മാറ്റേണ്ടി വരും. കാരണം അവരോട് എന്തെങ്കിലും ജയിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DCC പ്രസിഡന്റ് മാറിയിട്ട് ആ സ്ഥാനത്തേക്ക് ഇവരെ കൊണ്ടുവന്നതിന് ശേഷം DCC പ്രസിഡന്റിന് വേറെ ഇപ്പോൾ കളമശ്ശേരി പോലുള്ള ഒരു സീറ്റിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ തെളിയും. എന്നാൽ മറ്റ് ഇപ്പോൾ ആ MLA മാറുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ വേറെ ആളുകളെ പ്ലേസ് ചെയ്യാനായിട്ടും കോൺഗ്രസിന് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും 3 വർഷത്തേക്ക് DCC പ്രസിഡന്റുമാർക്ക് മത്സരിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരാൾ പോലും DCC പ്രസിഡന്റ് ആവാനായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ റിട്ടയർ ആയിരിക്കുന്ന ആളുകളെ ഒക്കെ തന്നെ വീണ്ടും DCCയുടെ തലപ്പത്തേക്ക് വെക്കേണ്ട ഒരു ഗതികേടിലേക്കും കോൺഗ്രസ്. അല്ല, അതാണ് പറഞ്ഞത്, പല DCC ഓഫീസുകളും ആർക്കിയോളജിക്കൽ മ്യൂസിയമായിട്ട് മാറുന്നുണ്ട്. ഏതോ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടിയിരുന്ന ഒന്നും പുതിയതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെയാണ് ഇപ്പോൾ വയനാടാവട്ടെ, ഇടുക്കി ആവട്ടെ, അങ്ങനെ പല സ്ഥലത്തും ആവട്ടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന കുറേ കടൽക്കടവന്മാരെ കൊണ്ടുവന്നിട്ട് ഈ സ്ഥാനത്ത് കൊണ്ടുവന്നിടരുത്. പ്രായമാവുന്ന കുഴപ്പമൊന്നുമല്ല, പക്ഷേ അതിനുള്ള ശേഷി ഉണ്ടാവണം, കാര്യങ്ങൾ ഓടി കടന്ന് ചെയ്യാനും അതിന് താല്പര്യം ഉണ്ടാവണം പാർട്ടി സംഘടന കൊണ്ടു നടക്കാൻ. DCC പ്രസിഡന്റുമാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം വരികയാണെങ്കിൽ അതിനകത്തുള്ളൊരു വൈരുദ്ധ്യം ഞാൻ പറഞ്ഞുതരാം. അതിനകത്തുള്ള വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാർലമെന്ററി രാഷ്ട്രീയവും സംഘടനാ രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകണ്ടെന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. KPCC പ്രസിഡന്റ് MLA അല്ലേ, പിന്നെ മുന്നണി കൺവീനർ MP അല്ലേ, വർക്കിംഗ് പ്രസിഡന്റുമാർ വിഷ്ണുനാഥ് MLA ആണ്, AP അനിൽകുമാർ MLA ആണ്, ഷാഫി പറമ്പിൽ MP ആണ്. അപ്പോൾ ഇവിടെ ഇതാവാം, ഇപ്പോൾ DCC പ്രസിഡന്റുമാർ മത്സരിക്കാനും പാടില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു വലിയ വൈരുദ്ധ്യം. ഇവർക്ക് ഒരു പോളിസി ഉണ്ടെങ്കിൽ അത് എല്ലായിടത്തും ഒരേ കൊലപാതകം. ചിലർക്കാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഉണ്ടല്ലോ KPCCയുടെ പുനഃസംഘടന വരുന്ന സമയത്ത് AICCയുടെ ജനറൽ സെക്രട്ടറിയും പിന്നെ MP അല്ല, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ പുനഃസംഘടന വരാൻ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാവാൻ പോകുന്നത് നിലവിലുള്ള ഭാരവാഹികളെ എവിടെ അക്കോമഡേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. കാരണം പുതിയ ആളുകൾക്ക് അവസരം കിട്ടുന്നില്ല. കോൺഗ്രസിൽ നിന്ന് ഒരാളും വിരമിക്കുന്നില്ല. കോൺഗ്രസിൽ നിന്ന് ഒരാൾ വിരമിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ ഈ ലോകത്ത് നിന്ന് തന്നെ പോകേണ്ട ഒരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് കോൺഗ്രസ്സിൽ പുതിയ തലമുറയ്ക്ക് അവസരങ്ങളില്ല. അവർ യൂത്ത് കോൺഗ്രസ്സിൽ എനിക്ക് തോന്നുന്നു പണ്ടെപ്പോഴോ ഒരു ഡയലോഗ്, എനിക്കത് വയലാർ രവിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞ ഒരു കമന്റ് ഞാൻ ഓർക്കുന്നത്. VS ജോയിയെ കുറിച്ച് തന്നെ പറഞ്ഞു. അദ്ദേഹം വിവാഹിതനായ ഉടനെ തന്നെ അദ്ദേഹം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. മറ്റു പല KSU പ്രസിഡന്റുമാരും വിവാഹിതരായിട്ട് കൊച്ചി നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന സമയത്തും KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ഒരു പ്രായപരിധി കഴിഞ്ഞതിന് ശേഷവും, പണ്ട് ഇപ്പോൾ ഇല്ല അങ്ങനെ,
പണ്ടൊക്കെ പണ്ട് 19 വയസ്സുള്ളവരൊക്കെ യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അല്ല, അത് ഡിവൈഎഫിലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു കക്ഷി ഉണ്ടായിരുന്നല്ലോ. പിന്നെ അയാളുടെ മകളാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ തലവരിപ്പണം കൊടുത്ത് അങ്ങനെ സീറ്റ് മേടിച്ചതിനെ കുറിച്ച് അയാളുടെ സാമ്പത്തിക സോഴ്സൊക്കെ ആലോചിക്കാൻ വന്നപ്പോൾ പുള്ളി സംസ്ഥാന ട്രഷററാണ്. വയസ്സ് 45 വയസ്സായിരുന്നു. പിന്നീടാണ് പ്രായപരിധി വളരെ കർശനമായിട്ട് ഡിവൈഎഫിക്കകത്ത് നടപ്പിലാക്കാൻ തുടങ്ങിയത്. ഇപ്പൊ യൂത്ത് കോൺഗ്രസിലും പിന്നെ കേസിലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ സ്ഥാനമാനങ്ങൾ നഷ്ടമാകുന്ന ആളുകളെ ഏത് രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കോൺഗ്രസ് ആലോചിക്കേണ്ടത്. ഇനിയിപ്പോൾ 3 മാസം മാത്രമേ ഉള്ളൂ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഈ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും പുറകിൽ നിന്ന് പണിയുവേ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടൊരു 5 മാസം കൂടെ ഉള്ളൂ ഏതിന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ ഈ സ്ഥാനങ്ങൾ കിട്ടാത്തവരെ ഒരുപക്ഷെ അവിടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കാം, നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനായിട്ട് ചില ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുക. അതിനുശേഷം പിന്നീട് അങ്ങനെ അവസരം കിട്ടാത്ത ആളുകൾക്ക്, അതായത് നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം കിട്ടാത്ത ആളുകളെ KPCC ഭാരവാഹികളായിട്ട് വെക്കുക. KPCC ഭാരവാഹികളായിട്ട് വെക്കുന്ന ആളുകൾക്ക് ഇഷ്ടംപോലെ കോർപ്പറേഷൻ കിടക്കുന്നുണ്ടല്ലോ. അത് പിന്നെ അധികാരം കിട്ടിയാലത്തെ കാര്യമാണ്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ കോർപ്പറേഷൻ ഉണ്ട്. ആ കോർപ്പറേഷനുകളിൽ അക്കോമഡേറ്റ് ചെയ്ത് പോകുന്ന ഒരു രീതിയിലേക്കാണ് കോൺഗ്രസ് പോകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതല്ല മറിച്ച് പഴയ ആളുകളെ തന്നെ വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ നിലനിർത്തി ഏതാനും ചില ആളുകളെ പുതുതായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുനഃസംഘടന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുജനം പരിഹാസത്തോടുകൂടി കോൺഗ്രസ് നേതൃത്വത്തെ കാണാനായിട്ട് ഇടയാക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. മിഷൻ 2026 എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഇവരൊരുമിച്ചിരുന്നിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മുരളീധരനും പിന്നെ ചെന്നിത്തലയും പിന്നെ ഇവരെല്ലാം കൂടെ സതീശനും KC വേണുഗോപാലും സണ്ണി ജോസഫും പിന്നെ തിരുവഞ്ചൂരും ബെന്നി ബെഹനാനും ഒക്കെ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അതിനൊരു ബോഡി ഉണ്ടാക്കിയിട്ട് അവർ പ്ലാൻ ചെയ്യേണ്ടത്, രാഷ്ട്രീയകാര്യ സമിതി ഉണ്ടല്ലോ, എന്ത് സമിതിയാണ് ഇതൊക്കെ, ഇവർ പ്ലാൻ ചെയ്യേണ്ടത് സാഹിത്യ സാംസ്കാരിക രംഗത്തൊക്കെയുള്ള ആളുകളെ കൂടെ ഇതിനോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സാഹിത്യ അക്കാദമി ഉണ്ട്, അതിനൊരു ചെയർമാനും വൈസ് ചെയർമാനും വരും. ചലച്ചിത്ര അക്കാദമി ഉണ്ട്, അതുപോലെ തന്നെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഉണ്ട്, അങ്ങനെ സംഗീത നാടക അക്കാദമി ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ മേഖലയിലുള്ള ആളുകളുമായി ഇരുന്ന് സിറ്റിംഗ് നടത്തി നിങ്ങൾ പിന്നെ പരോക്ഷമായി ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾ ഏകാഭിപ്രായമായിരിക്കണം, പിന്നെ പാരവെക്കരുത്, പറഞ്ഞ ഓഫർ കൊടുത്താൽ പാലിക്കണം. ഞങ്ങൾ വന്നാൽ നിങ്ങളെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ ഉപാധ്യക്ഷനാക്കും, സാഹിത്യ അക്കാദമിയിൽ ഇന്നാളെ കശുവണ്ടി കോർപ്പറേഷൻ, വികസന കോർപ്പറേഷൻ അല്ല, അത് പിന്നെ ബാക്കിയുള്ളവർക്ക്. അപ്പം ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ ഓഫർ ചെയ്യുകയും അവരെ കൊണ്ട് പരസ്യമായി ഇവരുടെ വേദികളിൽ വന്നില്ലെങ്കിലും ഒരു ക്യാമ്പയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് പോലും ഇവർ ഉണ്ടാക്കുന്നില്ല. ഇവർ കനകോലെന്നും പറഞ്ഞാൽ അയാളെ പുറകെ നടക്കുക, അവരൊന്നും പൈസ മേടിക്കുന്നു, സീറ്റ് കച്ചവടത്തിനും പൈസ മേടിക്കുന്നു എന്നല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. ഇപ്പം ഇനിയിപ്പോൾ ഈ പുനഃസംഘടനയ്ക്കകത്ത് ഇടപെടാനും പൈസ മേടിക്കുന്നു എന്നുള്ളത് ചിലരൊക്കെ പറഞ്ഞു കേൾക്കുന്നത് സത്യമാണോന്ന് എനിക്കറിയത്തില്ല. പിന്നെ KPCC ജനറൽ സെക്രട്ടറി ആക്കാൻ ഇത്ര രൂപ എനിക്ക് എന്നാൽ ഞാനത് അവിടെ നിങ്ങൾക്കാണ് ജനകീയത എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അതിന് വരെയൊക്കെ പൈസ മേടിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇവർ ഇരിക്കുന്ന കൊമ്പ് വെട്ടിമുറിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം.